ഹലോ, ഇന്ന് നമുക്ക് ഓണം ഔട്ട്ഫിറ്റാണ്. ഈ ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള പീസായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു ടോപ്പും കൂടി ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു ഗ്രീൻ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഹോൾട്ടർ നെക്കാണ് ചെയ്യുന്നത്. 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് മതിയാവും. ഫസ്റ്റ് തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം. ബാക്ക് പോർഷൻ ഫുള്ളി ഓപ്പൺ ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 9.5 ഇഞ്ചാണ് വേണ്ട കേട്ടോ. സീം അലവൻസും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 to 2 ഇയേഴ്സിനൊക്കെ ഷോൾഡറിൻ്റെ ഹാഫ് 4 ഇഞ്ച് മതി. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തേക്കും 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെസ്റ്റ് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 5 ഇഞ്ച് കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തേക്കും ഈ സെയിം മെഷർമെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നിന്നും നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഹോൾട്ടർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് കേട്ടോ ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്കിതിൽ തന്നെ ഉണ്ട്. ബാക്ക് പീസ് ഫുള്ളി ഓപ്പൺ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസ് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച ശേഷം നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിലേക്ക് മയിൽപ്പീലി ഡിസൈൻ വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് 2 ആം ഹോളും അതുപോലെ താഴെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് മറിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ ഒഴിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിൽ 2 പീസുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹുക്കും വള്ളിയും വെക്കാനുള്ള 2 പീസ് വേണം. അപ്പോൾ ഹുക്ക് വയ്ക്കുന്നതും കോളർ വയ്ക്കുന്നതും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.